അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അരളിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള മക്കള് അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദേവാലയ കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നത്. അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട, കർത്താവ് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ മുഖത്തൊക്കെ ഉപദേശിക്കുന്ന കർത്താവ് നീ പോകുന്നിടത്തല്ല നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സഹചാരിയായി മാറുകയും നിങ്ങൾ ഇന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ
ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ, ജോലി അന്വേഷിച്ച് പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ടെസ്റ്റിന് പോകുന്നവർ, പരീക്ഷയ്ക്ക് പോകുന്നവർ, ഓരോരോ ചെറുകിട ജോലികൾ ചെയ്തു പോകുന്നവർ, കർത്താവെ പുതിയ പുതിയ സാമ്പത്തിക ക്രമങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഞെരുങ്ങുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ എല്ലാ മക്കളും എന്തിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുണ, മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിന് പൊതിഞ്ഞു നിൽക്കട്ടെ. Pieces put up for grace. നമ്മൾ വളരെ പ്രഗ്മാറ്റിക് ആയിട്ട് യൂട്ടിലിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ അക്കത്തൂക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് ആനുപാതികമായിട്ട് ദൈവം അവനോട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കർക്കശമായ ചില നിലപാടുകൾ ദൈവഭാഗത്തു നിന്നുണ്ടാകും. അതാണ് നമ്മൾ പറയണത്. 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നരകമായിരിക്കും എന്നാ പറയണേ. ചുരുങ്ങിയ ഭാഷ, മിതമായ ഭാഷ പറഞ്ഞാൽ നരകമായിരിക്കും എന്നാണ് മടിയന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ വാല്യൂ ആകണം, വില ഉണ്ടാകണം. നമ്മൾ ഈ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി ഒന്നും വരത്തില്ല. മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ വിലയും വിചാരവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഈ രക്തസ്രാവക്കാരി രോഗിയല്ലേ, അവൾ ഉള്ളിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. മത്തായി 9:21 വായിച്ചോളൂ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട വചനമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവക്കുണ്ട്. എന്താ കാര്യം? അവളുടെ ഉള്ളിൽ വിചാരമാണ്. എന്താണ്? അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ എങ്കിലും തൊടാനിടയായ. ഇപ്പം ചില ആൾക്കാരൊക്കെ വിശ്വസിക്കേണ്ട സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാം, കൃപാസനത്തിൻ്റെ മണ്ണിലൊന്ന് ചവിട്ടാനിടയായാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പേര് സാക്ഷി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാനിടയായാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തക്ക വിശ്വാസമാകും. അവരുടെ വിശ്വാസം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് കൈയും കാലും എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളെ വെറുതെ ഉള്ളിലൊന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി, അത് വിചാരിക്കാനും നടക്കും. അപ്പം ഏറ്റവും വലിയ എളുപ്പമാർഗം ദൈവത്തിന് ഒരു ദിവസം കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഉദാഹരണം എടുത്തോ. ഇപ്പം ഞങ്ങളൊക്കെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ദൈവം അങ്ങനെ ആക്കിയതാണ്. രാവിലെ 5:30 തുടങ്ങുമ്പോൾ 5:30 ഞാനൊരു 4 മണിയൊക്കെ 4:30 എഴുന്നേക്കും. അപ്പോഴുള്ള ബലിവരും കാരണ നമസ്കാരം, ജവന്മാർ 2-3 ജവന്മാരൊക്കെ ചെല്ലും. ചെല്ലിയ ശേഷം ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കും. പിന്നെ പള്ളി കുർബാനയ്ക്ക് പോകും. കുർബാന കഴിയുമ്പോൾ പിന്നെ കൗൺസിലിംഗ് അല്ലേ, ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. അത് 6-7 മണിവരെ പ്രാർത്ഥിക്കും. പിന്നെ രാത്രി നമ്മൾ സ്വകാര്യ പ്രാർത്ഥനകൾ. അപ്പം ഇതിനുള്ളിൽ എന്തുമാത്രം ആത്മാക്കളെ വീണ്ടെടുക്കുകയും എന്തുമാത്രം പേർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പിടിപാടായി. എന്താണ്? ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ്? പ്രയോജനമുള്ള വ്യക്തിയായി മാറി. ഇതുപോലെയാണ് നിങ്ങൾക്കും സാധിക്കും ഇത്. എന്താ കാര്യം? നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമഹത്വത്തിന് ഒരു കാഴ്ച വെക്കണം. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് ആരോമൽ, ഇതെൻ്റെ അമ്മയാണ് റീന. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യമായിട്ട് രോഗസൗഖ്യ സാക്ഷ്യമാണ് പറയാനുള്ളത്. എനിക്ക് 15 വർഷത്തിലേറെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ദഹന പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു. പയറ്, പിന്നെ പരിപ്പ്, കടല, ഗ്രീൻ പീസ് അങ്ങനത്തെ ആഹാരം കഴിക്കാൻ എനിക്ക് ഗ്യാസ് വരും. അതുപോലെ വയറ് നല്ല വേദന, വലിഞ്ഞു മുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഉപ്പ് ഉപയോഗിച്ച് ഫലമായി ഗ്യാസും ദഹന പ്രശ്നമെല്ലാം മാറിക്കിട്ടി.
എൻ്റെ അമ്മയ്ക്ക് 23 വർഷത്തിലേറെ ശ്വാസമുട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. എനിക്ക് 1 വയസ്സ് ആയ സമയം മുതൽ എൻ്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇൻഹേലർ അടിക്കും. തണുപ്പാകുമ്പോഴത്തേക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായി അമ്മയ്ക്കിപ്പോൾ ശ്വാസമുട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, എൻ്റെ അച്ഛന് ജോലി ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ പരൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 8:30 ട്രെയിനാണ് അച്ഛൻ പോണത്. അപ്പോൾ തിരിച്ച് വരുന്ന 8:45 ട്രെയിനാണ് അവസാനമായിട്ടുള്ളത്. പക്ഷേ മിക്കപ്പോഴും ആ ട്രെയിൻ കിട്ടാറില്ല. പിന്നെ KSRTC ബസ്സിൽ പാരിപ്പള്ളി എന്ന ജംഗ്ഷനാണ്, പിന്നെ നാഷണൽ ഹൈവേയിലാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പാരിപ്പള്ളി വരെ 12 കിലോമീറ്ററും ഉണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ബൈക്കിലാണ് അച്ഛനെ പോയി വിളിക്കുന്നത്. ചിലപ്പം അത് 10:30 ആവാം, ചിലപ്പോൾ 11 മണിയാവാം, ചിലപ്പോൾ 12:30 പോയി അച്ഛനെ വിളിച്ചിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് വെളുപ്പിന് 1:30 മണിയൊക്കെ ആവും. അന്ന് തന്നെ പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും. അന്ന് രാവിലെ തന്നെ അച്ഛൻ ഫുഡ് കഴിച്ച് വീണ്ടും ജോലിക്ക് പോകും. അപ്പോൾ അച്ഛനമ്മ അവരുടെ പ്രായമൊക്കെ ആയ ആളാണ്. ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരുപാട് ദൈവികമായി വളരാൻ സാധിച്ചു. അത് പറയാൻ മറന്നുപോയി. അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറി ആറ്റിങ്ങൽ സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ അവിടെ ആറ്റിങ്ങൽ ജോലി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ആ സമയം രാത്രി 7 മണി 7:30 ആകുമ്പോൾ അച്ഛൻ വീട്ടിൽ വരാമായിരുന്നു. അപ്പം ഞാൻ അവിടെയാണ് ആറ്റിങ്ങൽ കിട്ടാൻ വേണ്ടിയാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാറുമ്പം വർക്കൽ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് മാതാവ് അച്ഛന് ജോലി കൊടുത്തത്. അച്ഛപ്പോൾ രാവിലെ 9:00 സ്കൂട്ടറിൽ പോകും. അത് വർക്കല വരെ പോകാൻ വേണ്ട, കുറച്ച് പോയാൽ മതി. പിന്നെ കമ്പനി വണ്ടി വന്ന് എടുക്കും. ഇപ്പോൾ അച്ഛൻ 7 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരും. ചിലപ്പോൾ 5 മണിക്ക് വരും, ചിലപ്പോൾ 5:30 വരും. പിന്നെ അങ്ങനെ അച്ഛന് സ്ഥലം ജോലി വർക്കിലോട്ട് മാറ്റി തന്ന മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ മിക്കപ്പോഴും എനിക്ക് വിഷമം വരുമ്പോഴത്തേക്ക് രാത്രി ഞാൻ ഈശോനെ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ 2 തവണ ഈശോനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈശോ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ടും ഒരു തവണ ഈശോൻ്റെ മുഖം ഞാൻ കണ്ടില്ല എന്നും വലത് കൈ കുരിശ് വെച്ച് മുഖം മറച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞ ജൂണിലാണ് നടന്നത്. അത് എൻ്റെ വീട്ടിൽ ഈശോ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അത് ഇപ്പം ഓരോ സ്ഥലത്തായിട്ട് കൊടുക്കും. ഇപ്പം ഇന്ന് ട്രിവാൻഡ്രത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ ആശുപത്രിയൊക്കെ കൊടുക്കുന്നത്. പിന്നെ അടുത്ത തവണ വേറെ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ഈ പത്രം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞ് എനിക്ക് കിട്ടിയ നിയോഗങ്ങൾ സാക്ഷിയെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായിക്കുകയും അത് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സെത്തിന് കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ആ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് വഴി എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിപ്പിക്കാൻ പറ്റി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കോച്ചിങ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനൊക്കെ പ്രായമായി ആരോഗ്യമില്ലാത്തവരൊക്കെ പൈസ വെച്ചാൽ എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ വെച്ച് സഹായിക്കാറുണ്ട്. അപ്പം എല്ലാ അനുഗ്രഹവും നേടിത്തുന്ന. പിന്നെ എനിക്ക് ആദ്യമൊന്നും എനിക്ക് ഇവിടെ വന്നപ്പം വിശ്വാസമൊന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾക്ക് സാധിച്ചു വന്ന്. അതുമാത്രമല്ല എനിക്ക് ദൈവത്തോട് കൂടെ അടുക്കാനായിട്ട് പറ്റി. എനിക്കിപ്പം പഴയ പോലെ സ്വഭാവം മാറി. ഒരുപാട് ഇപ്പം പാവങ്ങളെ സഹായിക്കാനായാലും എനിക്കിപ്പോൾ എല്ലാത്തിനും ഒരു മനസ്സുണ്ട്. എല്ലായിടത്തിനും ഈ കൃപാസനത്തെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും. എല്ലാ നിയോഗങ്ങളും അനുഗ്രഹം തേടി തന്ന അമ്മ മാതാവിന് 18/8/2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു 5 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ഇപ്പം ഇന്ന് 7 പേരെ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു. ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ 7ാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് 55 ദിവസമായിട്ടുള്ളൂ. 90 ദിവസമായാലേ ഇത് പുതുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ 55 ദിവസം ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്,
ഒരു 2.5 ലക്ഷം രൂപേൻ്റെ എൻ്റെ മോൻ്റെ പേരിൽ ഒരു വണ്ടി ലോൺ ഉണ്ടായിരുന്നു. അത് കേസാകുമെന്ന് ഉറപ്പായിട്ട് അവർ പറഞ്ഞതാണ്. തലേ ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ 3 മണിക്ക് ഞാൻ ഈ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു, നിങ്ങളുടെ ലോണ് പുതുക്കി തരാം, 36 മാസം കാലാവധി തരാം, അതിനുശേഷം നിങ്ങൾ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചത് അമ്മ എൻ്റെ സഞ്ചാരി മാതാവാണെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഞാൻ ബാക്കിയുള്ള ഒരു നിയോഗങ്ങളും എന്തെഴുതിയെന്നോ ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. 7 പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വന്നെങ്കിലും നിയോഗങ്ങൾ എന്തെഴുതി എല്ലാ പ്രാവശ്യവും 1-ാമത്തെ നിയോഗം അമ്മേൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണം, അമ്മ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ ഒരു നിയോഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നും ഇന്നും. എന്തായാലും ഞാൻ അന്ന് പോയി. അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മമാരോട് പറയുന്ന രീതിയിൽ തന്നെ പറയാറുണ്ട്. രാവിലെയും പറയും, വൈകുന്നേരവും. രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട്, ഇന്ന് എൻ്റെ നാവിൽ വരുന്ന എല്ലാ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും മറ്റാർക്കും ദ്രോഹം വരരുത്, അവർക്ക് നല്ലതേ വരാറുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറ്. പിന്നെ എനിക്ക് കിട്ടിയത് 30 വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു. 30 വർഷമായിട്ട് വണ്ടിയിൽ കയറി വന്നാൽ ഛർദിയാണ്. ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് ഗുളിക കഴിച്ച് ഉടമ്പടി ക്ലാസ് കേൾക്കാനിരുന്നപ്പോൾ രാവിലെ തലേന്ന് ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം 3 ദിവസത്തെ എനിക്ക് ഉറക്കമാണ്. എനിക്കൊന്നും കേൾക്കാനോ കാണാനോ പറ്റില്ല, അതുപോലെ ഉറക്കമാണ്. ഇവിടെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ഉറക്കം കാരണം ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും, എനിക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ, ഞാനൊരു അക്രൈസ്തയല്ലേ, പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ക്ലാസ് കേൾക്കാതെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു അന്ന് രോഗമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുമില്ല, ഞാൻ അത്ര വിചാരിച്ചിട്ടുമില്ല. ഞാനിങ്ങനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊന്ന് കോഴിക്കോട് പോയപ്പോൾ ഈ ഗുളിക പിന്നെയും കഴിച്ചു. ഗുളിക കഴിച്ച് ഇവിടെ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഛർദ്ദിച്ചു. അപ്പം ഞാൻ അയ്യോ ഗുളിക കഴിച്ചിട്ട് എന്തായിരിക്കും ഛർദ്ദിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാൻ, ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തിനാ ഗുളിക കഴിക്കുന്നത്. അയ്യോ ഞാൻ അപ്പോഴാണ് വിചാരിക്കുന്നത്, ഉടമ്പടി എടുത്തതാണെങ്കിൽ ഗുളികയുടെ ഛർദിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പം തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് 23 വർഷമായിട്ട് തലവേദനയാണ്. തലവേദന വന്നാൽ 2 കണ്ണും കാണാതെ വരും. കണ്ണ് കാഴ്ച കുറവും, ശരിക്കും കാണില്ല. എനിക്ക് എഴുതാനോ പിന്നെ വായിക്കാനോ ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ തൊഴിലുറപ്പിൽ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾക്ക് മേറ്റ് നിൽക്കാൻ പറ്റില്ല എന്നൊരു ഓർഡർ വന്നു. ഞാൻ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നോണ്ടിരുന്ന എൻ്റെ ജോലി പോയി. പിന്നെ എനിക്ക് കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തലവേദന. കുനിഞ്ഞ് നിന്ന് പണിയെടുത്താൽ അന്ന് എനിക്ക് തലവേദന തുടങ്ങും. തലവേദന തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് എനിക്ക് വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ 10ാം ക്ലാസ് എഴുതാൻ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഉടമ്പടി എനിക്ക് 10ാം ക്ലാസ് എഴുതാൻ ഇനി സാധിക്കുമോ, എനിക്ക് 54 വയസ്സായി, എനിക്കിത് ഓർത്ത് എഴുതാൻ പറ്റുമോ, എനിക്കങ്ങനെ അമ്മയോട് ഞാൻ ചോദിച്ച് ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്തായാലും പൊയ്ക്കോ പാസ്സാകുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ഞാൻ 1 വർഷം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് പോയി പരീക്ഷ എഴുതി. 2023 ഞാൻ 2 A+ഉം 1 Aയും ബാക്കി 7 B+ വാങ്ങി ഞാൻ പാസ്സായി. ഞാനൊന്ന് പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇത്രയും മാർക്ക് എനിക്ക് തന്ന് പരീക്ഷ എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് പറയാനില്ല. എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് പഠിപ്പിക്കുന്നതെല്ലാം മറന്നു പോകും, പഠിച്ചാലും ഓർക്കില്ല. എങ്ങനെയാലും ഞാൻ പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് 28 വർഷമായിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ചുമക്കണം, കുറേ ദൂരം വലിക്കാനുണ്ട്, ചുമക്കുകയും ചെയ്യണം. അപ്പം ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും 6 മണി വരെ പ്രാർത്ഥിച്ചാൽ വെള്ളം കോരാൻ സമയം പോകും, ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ. ഇതെല്ലാം ബുദ്ധിമുട്ട്. ദൈവമേ എന്ത് ചെയ്യും, ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ സമയം മുടങ്ങാതിരുന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, നമുക്ക് കിണറ്റിൽ നിന്ന് മോട്ടർ വെക്കാം. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, പെട്ടെന്ന് മോട്ടർ വെക്കാൻ നമുക്ക് പറ്റില്ല, ഞാൻ പിന്നെ വെക്കുന്നുള്ളൂ, നിങ്ങൾ വെച്ചോ. ഇല്ല ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് അവർ കൂടി പൈസ തന്ന് ഞങ്ങൾ മോട്ടർ വെച്ചു. അത് കാരണം എനിക്ക് രാവിലെ 5:30 മുതൽ 6:30 വരെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. പിന്നീട് എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുഴ ഇവിടെ ഈ ഭാഗത്ത് വന്ന് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി. അതിന് പിന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, അയച്ചു കൊടുത്തു. വേദനയില്ലാത്ത മുഴകൾ, അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഈ മുഴ കയ്യിൽ വന്നപ്പോൾ ഞാൻ
ഞാൻ ഓർത്ത് ദൈവമേ അതുപോലെ തന്നെ ഇനിയും അത് ഓപ്പറേഷൻ ചെയ്ത് കുറേ നാൾ റെസ്റ്റ് എടുത്തിരിക്കണമല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ മാതാവേ എന്ന് ചോദിച്ചു. ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ തൈലം തേക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴ കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിൽ ഈ മുഴ പോയല്ലോ. ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പുതുക്കാനാകുന്നതിന് മുമ്പ് തന്നെ ആ മുഴ മിനിഞ്ഞാന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാളെ പൈസ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വരും, ഇന്നൊരാളോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അത് ചോദിക്കും. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വിഷമമുള്ളൂ, കുറച്ചുകൂടി മുമ്പ് ഇവിടെ വന്നില്ലല്ലോ, വരാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എന്തുമാത്രം വിഷമിച്ചാണ് ജീവിച്ചിരുന്നതിന് മുന്നേ. ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല, ടെൻഷനില്ല. എപ്പോൾ ടെൻഷൻ വന്നാൽ അപ്പം തന്നെ പ്രാർത്ഥിക്കും. ആ ടെൻഷനെല്ലാം പോകും. നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. പ്രാർത്ഥനയെല്ലാം ആദ്യം തന്നെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. പിന്നെ അത് പത്രം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ്. വീടുകളിലും ടൗണുകളിലും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തിയിലൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവിടെ പോയി എല്ലാ 5 ദിവസവും, ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും 5 ദിവസം എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹായ സംഘടനയാണ് അവിടെ പോയി എല്ലാം പരമാവധി പറ്റുന്നത്രയും ദിവസങ്ങളിൽ പോയി അവരെ സഹായിക്കും. പരമാവധിയുള്ള സഹായവും കൊടുക്കും. പിന്നെ പണിയെടുക്കാനും ഭക്ഷണം വെക്കാനും വിളമ്പാനും പാത്രം കഴുകാനും എല്ലാം കൂടി പണിയില്ലാത്ത മിക്കവാറും ദിവസങ്ങളിൽ പോകും. എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലോ 1-2 പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ ഒഴിവ് പോലെ പോയിരിക്കും. കാരുണ്യ പ്രവൃത്തി പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ. പിന്നെ തൊട്ടടുത്തുള്ളവർ എനിക്കറിയാം, എൻ്റെ മോളെ BSc നഴ്സിങ്ങിനെ പഠിപ്പിച്ചതാണ്. ആ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ പൈസയായിട്ടും അല്ലാതെ സാധനങ്ങൾ വാങ്ങാനായാലും പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഉപവാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കാറ്. എല്ലാ ബുധനാഴ്ചയും ഉപവാസം എടുക്കാറുണ്ട്. വചനം വായിക്കാൻ എനിക്ക് ബൈബിളിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ്റെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് കൂട്ടുകാരിയിലും ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അവരിവിടെ വന്ന് പിന്നെ ഞാൻ ബൈബിള് വായിക്കാൻ നമുക്കറിയില്ലായിരുന്നു. ബൈബിള് എത്ര രൂപ എവിടുന്നാണ് ബൈബിള് കിട്ടുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നെ ഒരു ബൈബിള് കൊണ്ടു തന്നു. ഞാൻ ഏകദേശം ആ ബൈബിള് വായിച്ച് തീരാറായി. ഒരു 10-15 പേജും കൂടി വായിക്കാനുള്ളൂ. വായിച്ചെങ്കിലും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാനത് വായിച്ച് തീരാറായി. ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പം അത് ഇനിയും കുറേ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങൾ അച്ഛനൊക്കെ വചനം പറയുമ്പം എനിക്ക് വേഗം ബൈബിള് നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാനത് കാരണം ആ വചനം എഴുതി വെച്ച് പിന്നീട് അത് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആ ബൈബിളിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത്രയൊക്കെ പിന്നെ തന്ന മാതാവിന് ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി. ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പറ്റുന്നത്രയും കാലം നടന്നു വരാൻ, ഇവിടെ എത്ര കാലം വരാൻ പറ്റുമോ അത്ര കാലം ഇവിടെ വരണമെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും എന്ത് സഹനം തന്നാലും പിന്നോട്ട് മാറില്ല. സഹനം തരുന്നത് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ദോഷം വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം പ്രാർത്ഥന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയം പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്ക് മാതാവ് എന്തായാലും തരും. ഇനി മുമ്പോട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പറ്റുന്നത്രയും കാലം വരികയും ചെയ്യും. എൻ്റെ മോള് നഴ്സിംഗ് പാസ്സാവണമെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. മോളെ കാര്യമൊക്കെ മോള് വരുമ്പം പറയുന്നതായിരിക്കും. ജെറമിയ 31:9 കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജയശ്രീ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുവുമാരനും അമ്മയ്ക്കും കോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/7/22 എടുക്കാനുണ്ടായ കാരണം എനിക്ക് നല്ലൊരു വയറുവേദന ഉണ്ടായിരുന്നു. അത് 3 വർഷമായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, ലേഖ ഞാനൊരു തൈലം പുരട്ടി പ്രാർത്ഥിക്കാം, നീ അതിൽ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, ഇത്രയും നാൾ ഞാൻ മരുന്ന് കഴിച്ചതല്ലേ, വിശ്വസിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ഹിന്ദുവാണ്. ആ ചേച്ചി വന്ന് എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ പുക്കളിൽ കുരിശ് വരച്ചു. 3-4 ദിവസമായിട്ട് ഉറങ്ങാത്ത ഞാൻ അന്ന് ആ ചേച്ചി
തേച്ചതിന് ശേഷം ഞാൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നവരെ കിടന്നങ്ങ് ഉറങ്ങി. വീട്ടിലും ആരും എന്നെ വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3-4 ദിവസം കൊണ്ട് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അത് കാരണം വീട്ടിൽ ആരും തന്നെ എന്നെ വിളിച്ച് ഉണർത്തിയില്ല. പിന്നെ അതോടെ പിന്നെ ഉണർന്നെഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ വയറുവേദന മാറി. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഫൈബ്രോയിഡാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഈ ഒരുപാട് പ്രാവശ്യം വയർ ഓപ്പൺ ചെയ്തതാണ്, സർജറി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇനിയും വയറ് കീറാനുള്ള ഇടം വരുത്തരുതേ, അല്ലാതെ തന്നെ ഇവരെല്ലാം എടുത്ത് നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ മറിയാമെന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കാൻ. അതോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ആദ്യമായി എടുത്തത്. അതിൽ ഞാൻ 6 നിയോഗം വെച്ചു. ആദ്യത്തെ നിയോഗം എൻ്റെ വയറുവേദനയുടെ തന്നെ ഞാൻ എഴുതി. ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിച്ചു. പിന്നെ എൻ്റെ മകന് വേണ്ടിയാണ് രണ്ടാമത്തെ നിയോഗം വെച്ചിരുന്നത്. 2 വർഷമായിട്ട് ജോലിയൊന്നുമില്ലാതെ തെക്കുവടക്ക് ഈ ആമ്പിള്ളേരുടെ നല്ല സമയമല്ലേ, ഉഴപ്പി നടക്കുന്ന സമയം. ഞാൻ വളരെ ദുഃഖിച്ചാണ് ഇവന് വേണ്ടി അത് എഴുതിയത്. അപ്പോൾ ജോലിയില്ലാതെ വന്ന് ഇവനെ വിളിക്കുമ്പോഴൊന്നും വരത്തില്ല. അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, ഇത് നല്ലൊരു സ്ഥലമാണ്, നീ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്കവിടെ വരെ ഒന്ന് വൈകിട്ട് പോകാം. ഞാൻ ഈ വൈകിട്ടത്തെ സമയമൊക്കെ ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി വരാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഇവനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ വണ്ടിയും കൊണ്ട് വാ, അമ്മയ്ക്ക് ഓടിക്കാൻ മേല, എനിക്ക് കൃപാസനത്തിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വരാം. അപ്പോൾ ഇവനെ ഞാൻ കൊണ്ടുവന്നു. ഞാനിവിടെ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോൾ അവിടെ ജഡ്ജിയുടെ ഒരു വണ്ടി പുറത്ത് കിടപ്പുണ്ട്. വലിയ ആളാരാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, അവരുടെയൊക്കെ മുമ്പിൽ നീ ആരാണ്? അമ്മയുടെ മുമ്പിൽ അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല മോനെ, നീ വന്ന് എൻ്റെ കൂടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് നോക്കി ഇവൻ എൻ്റെ കൂടെ വന്നു. അവിടെ നിന്നൊന്ന് തൊഴുതു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനെ കണ്ടില്ല. ഇവനെ തിരിഞ്ഞ്, ദൈവമേ, ഇവനെ അങ്ങോട്ട് പോയി. ഞാൻ എളുപ്പം തന്നെ ഓടി പുറകോട്ട് ചെന്ന് നോക്കിയപ്പം ഇവൻ ഫോണിൽ കൂടെ സ്പീച്ച് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നീ ആരോടാ, വല്ല പെൺപിള്ളാരോടുമാണോ സംസാരിക്കുന്നത്? ഞാനങ്ങ് ചോദിച്ചു, ആരാ നിന്നെ ഇപ്പം വിളിക്കാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടാതെ ഇവൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പം സാലറിയുടെ കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ടായിരുന്നു. ഈ തിരുനടയിൽ വന്ന് അന്ന് തന്നെ ഇവന് ജോലി അപ്പോൾ തന്നെ അവന് കിട്ടി, സാങ്ഷനായി. അവനൊരു ഇൻ്റർവ്യൂ നടന്നു. ആ സമയത്ത് തന്നെ സാലറി പറഞ്ഞു. സാലറി വെറും കുറച്ചാണ് ഇവൻ പറഞ്ഞത്, എങ്കിലും അതിന് മുകളിലായിട്ട് 50 പറഞ്ഞെങ്കിലും അവർ 65 തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു. ആഫ്രിക്കയിൽ HSV ഓഫീസറായിട്ട് അവന് ജോലി കിട്ടി. അത് എൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇവനിങ്ങനെ നടക്കുമ്പം ഞാൻ പറഞ്ഞു, ഈ ഉഴപ്പുഴ നടക്കുന്ന സമയത്ത് ആരുമില്ലാത്ത, വേറൊരു സാധനവും കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് വേണം ഇവനെ വിടാൻ, അല്ലാതെ ഇവൻ നേരെയാകില്ല. എൻ്റെ അമ്മേ, കാത്തുകൊള്ളണേ നീ എന്ന് പറഞ്ഞ് ഞാൻ എന്നും കരയുമായിരുന്നു. ദിവസവും രാവിലെ 5:30 ആകുന്നതിന് മുമ്പേ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് ഇവൻ്റെ കാര്യങ്ങളാണ് മുമ്പേ പറയാറുള്ളത്. അതെല്ലാം എൻ്റെ അമ്മ സാധിച്ചു തന്നു. പിന്നെ എനിക്കൊരു 6 പവൻ്റെ സ്വർണം ഒരാൾക്ക് ഇതുപോലെ അവരുടെ അമ്മയ്ക്ക് സുഖമില്ല, പല പ്രാവശ്യമായിട്ട് എന്നോട് സ്വർണം മേടിച്ച് പണയം വെച്ചു. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഓച്ചറയിൽ. അപ്പോൾ അവിടെ വന്ന് ഓരോ പ്രാവശ്യം മേടിക്കുമ്പോൾ ഞാൻ വിചാരിക്കാടാ, ഈ സ്വർണ്ണം ഇരുന്നിട്ട് കാര്യമില്ല, ആരുടെയെങ്കിലും മക്കൾക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ഒരു മോനേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. മോനെ, ആരെങ്കിലും സഹായിക്കട്ടെ. അങ്ങനെ ഒരു സഹായം ഞാൻ കൊടുത്താണ്. അങ്ങനെ കൊടുത്തു. 2-3 വർഷമായിട്ടും അവൻ 6 പവൻ എടുത്തു തന്നില്ല. അതുപോലെ തന്നെ ആ നിയോഗത്തിൽ ഞാൻ അതും വെച്ചു. അവൻ്റെ വസ്തു വിറ്റിട്ടാണ് ആ 6 പവനും എനിക്ക് എടുത്തു തന്നത്. അതും വേറെ നിയോഗം. അത് ചെറുതും വലുതുമായിട്ട് എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാൻ എന്താഗ്രഹിച്ചാലും എൻ്റെ അമ്മ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രേക്ഷിത വേലകളാണെങ്കിലും എല്ലാം അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്. ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ മകനോടും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നിങ്ങളാരും ഇടപെടേണ്ട, ഞാൻ ഇതിൽ നിന്ന് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാ ഓൾഡ് ഏജ് ഹോമിലൊക്കെ സമയം കിട്ടുമ്പം പോയി അവരോടൊത്ത് സഹകരിക്കും. പിന്നെ അനാഥാലയം ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു അനാഥാലയം. മിക്കവാറും മകനോടും പറഞ്ഞ് ചില ദിവസങ്ങളൊക്കെ ഒരു ചാക്കരിയും ഒക്കെ കൊണ്ടുപോയാലും എനിക്ക് തൃപ്തിയാവില്ല. അവർക്ക് എന്ത് കൊടുത്താലും എനിക്ക് തൃപ്തി വരത്തില്ല. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, എൻ്റെ കൈ നിറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ സഹായിക്കാൻ. എനിക്ക് മകനും പറഞ്ഞ പോലെ അവൻ അയച്ചു തരും, പൈസയും തരും, എല്ലാവർക്കും കൊടുക്കാനൊക്കെ അവനും
നിർബന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധിച്ചു തരും. അതുപോലെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 രൂപ ആദ്യത്തെ ശമ്പളത്തിൽ ഞാനിവിടെ കൊണ്ടുവന്ന് രസീത് എഴുതിച്ച് കൊടുത്തു. പിന്നീടൊന്നും ഇവനിങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ ഇതിലാണ് നടക്കുന്നത്. അത് പ്രേക്ഷിത വില. അതുപോലെ എല്ലാ മാസവും പത്രം മേടിക്കുമെന്ന്. പത്രം മേടിച്ച് ഒരിടത്ത് ഈ പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രാവശ്യം അങ്ങോട്ട് പോകത്തില്ല, അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം വീട് കായംകുളമാണ്. കായംകുളത്ത് പോകുമ്പോൾ ആ ബന്ധു വീട്ടുകളിലൊക്കെ പോകുമ്പോൾ ആ പരിസരത്തെല്ലാം ഞാൻ 2 കെട്ട് പത്രവും ഇവിടെ വരുന്ന വണ്ടിയിൽ ഇറങ്ങിയാൽ ശരി തന്നെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് പത്രം ഇട്ടാണ് പോകുന്നത്. അവിടെ കാപ്പിലെ കൃഷ്ണപുരം അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ ഇതിൽ തന്നെ വന്ന് 10-15 പേരോളം ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം അമ്മ അനുഗ്രഹം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥന. അതുപോലെ വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയിൽ ചിലപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട് മാരാരിക്കുളം ടെമ്പിളിനടുത്ത് തന്നെയാണ്. അവിടെ വൈകിട്ട് 5:30-6:30 ആകുമ്പോഴാണ് അടച്ചിട്ട് വരുന്നത്. എന്നാലും വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞാലും ചിലപ്പോൾ 10:30 ആകും. എന്നാലും ആ സായാഹ്ന പ്രാർത്ഥന മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ബൈബിള് ഓരോ ഭാഗം വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ഭാഗവും വായിച്ചു തീർന്ന് പിന്നീടും എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങും. പക്ഷേ 91-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, 125-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും വായിച്ച് ഉറങ്ങുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ ജപമാല കൊണ്ട്, അതുപോലെ തന്നെ വൈകിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞാലും എനിക്ക് ജപമാല ചെല്ലണം. ഈ മൊത്തം 5 രഹസ്യങ്ങളും ഞാൻ 5 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ വൈകിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ വൈകിട്ട് സന്ധ്യ 11 മണിയായാലും ഫ്രണ്ടിലുള്ള ആ വരാന്തയിൽ ഞാൻ ഈ ജപമാലയും കൊണ്ട് നടക്കും. ആ 5 എന്താണെന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ചെല്ലരുതല്ലോ. അകത്ത് മെഴുകുതിരി കത്തിച്ച് വയ്ക്കും. അതുപോലെ തന്നെ പുറത്ത് ഈ ജപമാല നടന്ന് ഞാൻ ചെല്ലി തീർക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അഥവാ എനിക്ക് വല്ല തലവേദനയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് എന്ന് പറയും, അമ്മ ഞാനൊന്ന് കിടന്നോട്ടെ, വൈകിട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയില്ലല്ലോ. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ഈ ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അന്നത്തെ രഹസ്യം ഞാൻ ചെല്ലും. ആ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞേ ഞാൻ അത് നിർത്താറുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞ് എന്നിട്ട് ജോസഫ് അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം ഇരുന്ന് കേൾക്കും. പിന്നെ കിച്ചണിലാണെങ്കിലും ആ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഇതും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരു 15 പേർക്കെങ്കിലും ഇത് യൂട്യൂബിലൂടെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടി നന്ദി പറയുന്നു എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും. പിതാവിനും അമ്മയ്ക്കും 100 നന്ദി. മലയാളം എനിക്ക് കുറച്ച് പ്രശ്നമാണ്. കാരണം ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചത് അതിനപ്പുറം ഹിന്ദിയായിരുന്നു. അതുകൊണ്ടാണ് അമ്മയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. അപ്പോൾ ഓൾറെഡി എന്നെ പലവട്ടമായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകെട്ടി എല്ലാവർക്കും അറിയാമല്ലോ, ടീനേജ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറങ്ങിയടിച്ച് നടക്കുന്നതാണ്. എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും അതുകൂട്ട് തന്നെയായിരുന്നു. അടിച്ചു പൊളിച്ചൊക്കെ കണക്ക് പഠിക്കുന്നത്. വിശ്വാസമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഹിന്ദുവാണ്. പക്ഷേ എന്നാലും 10th ശേഷം നമ്മുടെ എല്ലാം കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ജാതിക്കാരും ഒന്നാണ്. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും കേരള എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകതര സ്നേഹമാണ്. ബിക്കോസ് അവിടെ ജാതി ഭേദം അതൊന്നും ഇല്ലാതെയാണ് എല്ലാവരും താമസിക്കുന്നതെന്ന് അവർക്കറിയാം. സോ എന്നിട്ട് ഞാനങ്ങനെ ഒരു വട്ടം അമ്മ ഇത് കൂട്ട് തന്നെ കൂട്ട് തന്നെ വയ്യാന്ന് പറഞ്ഞു എൻ്റെ അടുക്ക്. ഞാൻ കുറേ വട്ടം എന്നെ വിളിച്ചു, ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ല, ചുമ്മാ ഇതിലൊന്നുമല്ല, മനസ്സിൽ മതി, വിശ്വാസം അത്രേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുന്നത്. എങ്ങും പോകത്തില്ല, പള്ളിയിൽ നിന്ന് മാത്രമല്ല അമ്പലം എങ്ങും പോകത്തില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എവിടുന്നാണെന്നറിയില്ല. ഞാൻ ഇതുവരെ ആ CV കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കമ്പനി എടുക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ പേജിൽ CV തീർന്നു. കാരണം അന്ന് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 2020 ഞാൻ 2018 ഡിപ്ലോമ പാസ് ഔട്ടായിട്ട് 1920 ഓൾറെഡി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്യാപ്പ് എല്ലാവർക്കും, പുതിയ പിള്ളേർക്കും എഡ്യൂക്കേറ്റഡ് ഉള്ളവർക്കും അറിയാം. ബിക്കോസ് ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും എടുക്കത്തില്ല. അപ്പോൾ പണ്ടെങ്ങാണ്ട് നൗക്കരിക്കകത്തിട്ട ഒരു CV-യാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഫ്രം മുംബൈ അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ്. എന്നിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുകൂട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെയൊക്കെ വന്ന് തൊഴുതിട്ട് ഞാൻ നേരെ പുറത്ത് പോയി. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജിയുടെ കാര്യം പറഞ്ഞത് തന്നെ, ഇത്ര ഹൈ റേഞ്ചിലുള്ള ഹൈ ലെവലിലുള്ള ആൾക്കാർ വരുന്നത് നീ ആരാന്ന് എൻ്റെ അടുക്ക് അമ്മ ചോദിച്ചത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞാൻ പുറത്ത് നിന്നോളാം. അപ്പോൾ ഞാൻ അമ്മയെ കയറ്റി ഒന്ന് മുഖം കാണിച്ച് ഇവിടെയൊക്കെ ഒന്ന് തൊഴുത് എന്നിട്ട് പുറത്ത് പോയി. മനസ്സോടെയാണ് വന്നിട്ട് അമ്മയെ ഒന്ന് ഇതാക്കാൻ വേണ്ടി കയറിയതാണ്.
പെട്ടെന്ന് തന്നെ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു. അമ്മ ചോദിച്ചോട്ട് ഇംഗ്ലീഷിലാണ് കോൾ വന്ന്, ഇതുകൂട്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുവാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ CV ആയിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ അന്നേരം ഓണം ടൈമാണ്. അപ്പോൾ ഞാൻ റിഫൈനറി ഓൾറെഡി എനിക്കൊരു വർക്കുണ്ട്, HPCL റിഫൈനറി. ഞാൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ അത് കളഞ്ഞിട്ട് വന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ ഓൾറെഡി ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് ഓച്ചിറ, അവിടെ ലാംസി എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പോൾ അവിടത്തേക്ക് ഈ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്നെ വിളിച്ച്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോൾ വന്ന് ഞാൻ എടുത്ത് ഇതുകൂട്ടാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവരുടെ അടുക്ക ചോദിക്കുക, ജോലി കിട്ടിയതുമല്ല, ഞാൻ അവരുടെ അടുക്ക എഗെയിൻസ്റ്റ് ചോദിക്കുവാണ്. HR ഒരു മാഡം ആയിരുന്നു. ആ മാഡത്തിൻ്റെ അടുക്ക ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് എൻ്റെ CV എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ജോലിയുടെ കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്, CV ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് റെഫറൻസ് അല്ല, ഇത് ഞങ്ങൾ നൗക്കരി ത്രൂ എടുത്തതാണ്. ഞാൻ പറഞ്ഞ ആ CV എഡിറ്റഡ് അല്ല, അപ്ഡേറ്റഡ് അല്ല, പിന്നെ അങ്ങനെ അല്ല ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഓൾറെഡി ആ ടൈമിൽ തന്നെ വോയിസ് കോള് നമ്മുടെ മാനേജറിൻ്റെ ഡയറക്ടറിൻ്റെ കൊടുത്ത്, സേഫ്റ്റി ഡയറക്ടറിൻ്റെ കയ്യിൽ. അന്നേരം തന്നെ എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ സാറ് ചോദിക്കുന്നുണ്ട്, നീ ട്രാവലിങ്ങിലാണോ അതോ പുറത്തെവിടെയും ആണോ? ഞാൻ പറയും ഇതുകൂട്ടി ഞാനൊരു പള്ളി വരെ വന്നതാണ്, കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നതാണ്. സാറ് പറഞ്ഞു ഇത് ഹൈവേ സൈഡിലാണെന്ന് പറഞ്ഞ്, നാളെ തന്നെ വണ്ടി കയറിക്കോളണമെന്ന് പറഞ്ഞ് മുംബൈക്ക്. പുള്ളി ഇങ്ങോട്ട് ഫുള്ള് എൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ട്രാക്കിംഗ് ലിസ്റ്റ് എടുത്ത് എവിടെ വീട് അതുവരെ പുള്ളിക്കറിയാം. പുള്ളി പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് ഈ ട്രെയിനുണ്ട്, ഇതിന് നാളെ കയറിക്കോളാൻ പറഞ്ഞു. അത്രയും വരെ എടുത്തിട്ടാണ് ആ ഡയറക്ടർ എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ഇത് ഫേക്ക് ആയിരിക്കും, ഇപ്പോൾ ഒരുപാട് ഇത് ജോബ് സ്കാംസ് കിടക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയി പ്രശ്നമായി. വീട്ടിൽ പറഞ്ഞ് ഇത് ചിലപ്പോൾ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയാന്ന്. പക്ഷേ ചെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. അച്ഛൻ എന്നിട്ട് ഞാൻ അറിയാതെ പാസ്പോർട്ട് എടുത്ത് അയച്ചു കൊടുത്തു അവരുടെ അഡ്രസ്സിൽ. ഞാൻ എന്നിട്ട് പിന്നെ അലമ്പി അവിടെ. ഞാൻ ഇതൊക്കെ ജോബ് സെറ്റായിട്ട് ഞാൻ പിന്നെ അലമ്പി. ഞാൻ പിന്നെ കൂട്ടുകാരന്മാരുടെ കൂടെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഈ ജോബിനെ കുറിച്ച് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെ പേരൻസ് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ആ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുത്തു. അഡ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ അവർക്ക് എത്തി. ഇത് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു, കാരണം ആ CV മെയിൽ ID എൻ്റെയാണ്. അപ്പോൾ ആ മെയിൽ ID എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്ക് യു, യുവർ പാസ്പോർട്ട് ഹാവ് ബിൻ റിസീവ്ഡ് എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ റിപ്ലൈ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ബഹളം, ഇത് ആരെ അയച്ചു കൊടുത്ത്, അവർ ഫേക്കാണ്, ഇനി എനിക്ക് പാസ്പോർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുക്ക പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ ഞാൻ കൂളായി. അച്ഛൻ പറഞ്ഞു എന്തായാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, നീ എന്തായാലും പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ നേരെ അവിടെ പോയി നല്ല അടിപൊളി കമ്പനിയായിരുന്നു. 15 ഡേയ്സ് മാത്രമേ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൂ. നല്ല അടിപൊളി കമ്പനി, അവർ ഫുള്ള് 3 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി എല്ലാം. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു കമ്പനി കാണുന്നത്. ഇത്രയും നല്ലൊരു സ്റ്റാഫ്, ക്രൂ, 10-35 ടീം തന്നെ ഉണ്ട്. എന്താണ്ട് G+20 എങ്ങാണ്ട് ബിൽഡിംഗ് ആണ് മുംബൈയിൽ, മഹാരാഷ്ട്ര താനെ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത്രയും വലിയ ബിൽഡിംഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കൊച്ചി പോലും നമുക്ക് അത്രയും വലിയ ബിൽഡിംഗ് ഇപ്പോഴും ഇല്ല. അതിനകത്ത് ഒരു 7th ഫ്ലോറിലായിരുന്നു, G+7th ഫ്ലോറിലായിരുന്നു നമ്മുടെ ഓഫീസ്. അങ്ങനെ അവിടെ ചെന്നിട്ടും ടൈം ഇവർ പെട്ടെന്ന് വിളിച്ചു വരുത്തി. വിസ ഇല്ല, ഓഫർ ലെറ്റർ ആയിരുന്നില്ല, എല്ലാം ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരിക. അങ്ങനെ വിസ വന്ന് ടിക്കറ്റ് വന്നു. അപ്പോൾ ഇവർ എൻ്റെ ഓഫർ ലെറ്ററിനകത്ത് സ്പെസിഫൈ ചെയ്തത് ആഫ്രിക്കൻ കൺട്രീസ് എന്നേ ഉള്ളൂ, ബംഗ്ലാദേശ്, നേപ്പാൾ. ആഫ്രിക്കൻ കൺട്രീസിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല വിച്ച് കൺട്രി ആണെന്ന്, മീൻസ് ഏത് സ്ഥലത്തോട്ടാണ്. ഇപ്പോൾ നൈജീരിയ, കെനിയ, ഇതുകൂട്ടത്തേക്കുള്ള രാജ്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയത് സൊമാലി ലാൻഡ്. അതിനൊരു കാരണമുണ്ട്. ഈ സൊമാലി ലാൻഡിൽ എന്ന് പറഞ്ഞൊരു മുസ്ലിം കൺട്രിയാണ്, അവിടെ ആൽക്കഹോൾ ബാൻഡാണ്. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അറിയാതെ, എനിക്ക് മലയാളം അറിയത്തില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് അമ്മ എഴുതി കയറ്റിയതായിരുന്നു ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇത്, അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു ഈ നാട്ടിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഡ്രൈ കൺട്രി. ഇഫ് വി ഡ്രിങ്ക് അവിടെ $2,000 അവിടെ എല്ലാം. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 86 റുപ്പീസാണ്. $2,000 3 വർഷം ജയിലാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളാരും ഈ പരിപാടിക്ക് പോകത്തില്ല. കാരണം ഉള്ളത് നമുക്ക് നല്ല ശമ്പളം കിട്ടിയായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അതുകൊണ്ട് അത് നന്നിട്ട് നാട്ടിൽ വരുമ്പോഴല്ല നല്ലത്. വെറുതെ അവിടെയൊക്കെ കിട്ടുന്നത് ഇന്ത്യൻ എംബസി പോലും ഇല്ല. അപ്പോൾ ഞാനിത് അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഇത് സാധനങ്ങളൊന്നുമില്ല, തിയേറ്റർ ഇല്ല, അടിച്ചുപൊളിയില്ല, ഞാൻ തിരിച്ചു വരുക, ദുബായ് വല്ലതും നോക്കാം, നല്ല അവിടെയാണ്, അതാകുമ്പോൾ എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും നീ പേടിക്കണ്ട, മനഃപൂർവ്വം തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ, അത് മാതാവ് വിട്ടാണ്, നീ അവിടെ നിൽക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ 1 ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് ഇന്ത്യൻ കമ്പനിയായിട്ട്. ഞാനൊരു കോൺട്രാക്ടർ ബേസിലായിരുന്നു ക്ലയൻറ്റ്. അവിടുത്തെ തന്നെ സോം ഗ്യാസ് എന്ന് പറഞ്ഞ അവിടുത്തെ വലിയ ഗവൺമെൻറ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് കൺസൾട്ടൻറ്റ് ഒരു ദുബായ് ബേസ്ഡ് കമ്പനി, പാകിസ്ഥാനി കമ്പനിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ദുബായിൽ പോയി. ദുബായിലാണെന്ന് പറഞ്ഞ് ഓക്കെ ലൊക്കേഷൻ ദുബായ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവർ മാറ്റി. പിന്നെ ഈ സ്ഥലത്ത് തന്നെ 2ാമത്തെ വർഷം ഈ സ്ഥലത്ത് തന്നെ ഞാൻ മടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ ഒരു എൻജോയ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ വരിക, പേരൻസായിട്ട് കോൾ ചെയ്യുക, ഫ്രണ്ട്സായിട്ട് കോൾ ചെയ്യുക, ഇത് മാത്രം. ഒരു 1 ഡേ നമുക്ക് ലീവുണ്ട്.
പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, എല്ലാം നമ്മുടെ 1 year കോൺട്രാക്റ്റാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഒരു വരുന്നല്ല 15 അമ്മ പറഞ്ഞു വിട്ട് 15 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്നെ നിർത്തുന്നില്ല. അടുത്ത എനിക്ക് കിട്ടുക എന്താണ് ഓഫർ ലെറ്റർ, വിസ അടിച്ച്, വിസ ഓൾറെഡി ഉണ്ട്, അടുത്ത കമ്പനി മാറുക. സെയിം സ്ഥലത്ത് തന്നെ ക്ലയൻറ്റിൽ കിട്ടി. അവരാണ് പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ കയറണം. അതും ആഫ്രിക്ക തന്നെ. ഇപ്പം ഞാൻ ആഫ്രിക്ക തന്നെയാണ്. മിക്കവാറും ഞാൻ അവിടെ തന്നെ പെർമനൻ്റ് ആവും. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. വേറെ എല്ലാം മരുന്ന് റിജക്റ്റ് തന്നെ അടിച്ചു പോവുകയാണ്. കാരണം വേറെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ സൗദി അവിടെ എല്ലാം അടിപൊളിയാണ്. എല്ലാം കാണും, അലമ്പാനുള്ള എല്ലാ ഇതുമുണ്ട്, ലൂപ്സ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ ആഫ്രിക്ക തന്നെയാണ്. ഞാനിപ്പോൾ ആഫ്രിക്ക തന്നെയാണ് വന്നത്. ഇനിയും തിരിച്ച് ഞാൻ ആഫ്രിക്കയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓൾറെഡി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ അമ്മയായിട്ട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അറിയാതെ അമ്മ എടുത്താണ് ഉടമ്പടി. അപ്പോൾ എനിക്കും പറയണമെന്ന് തോന്നി. എല്ലാത്തിനും ദൈവത്തിനോട് ഞാൻ നന്ദി. ഇവിടെ എത്തിച്ച മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദിയുണ്ട്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 12 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. 2022 ജനുവരിയിലാണ് എൻ്റെ മകളുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം ഞാൻ വലിയൊരു കടത്തിനകത്തായിപ്പോയി. അങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ഇതൊന്നും ഞാൻ എൻ്റെ മകളെ അറിയിച്ചിരുന്നില്ല. ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് കടങ്ങളുടെ നടുക്കിലായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? അന്നേരം പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒരു മകനുണ്ടല്ലോ, ആ പണി തീരാത്തൊരു വീടാണ് എനിക്ക് കിടക്കുന്നത്, അവൻ ആ വീട് പൂർത്തിയാക്കി എടുത്തുകൊള്ളും, നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മരിക്കേണ്ട. കാരണം ദൈവം നമ്മളെ രക്ഷിക്കും, ഇതിൽ ഏതെങ്കിലും വിധത്തിലെങ്കിലും രക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷമത്തിനിടയ്ക്ക് ഒരു വശത്ത് കടക്കാരുടെ വരവും മറുവശത്ത് ആത്മഹത്യയുടെ വക്കിലും ഞങ്ങൾ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഒരു ചേച്ചി വന്ന് ഞങ്ങളുമായിട്ട് കാണാൻ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, പിന്നെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്, ഈ പള്ളിയിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ മാതാവ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. വന്നെങ്കിലും അന്ന് തന്നെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ ഇടവരികയും ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് കണ്ണുനീരോട് കൂടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈശോയെ, ഞങ്ങളെ ഈ പടുകുഴിയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ മുട്ട നിൽക്കുന്നു മാതാവ്. അതായത് ഒരു പിന്നെ കിന്നാരും പോലുള്ള ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട്, കിന്നരൊക്കെ തുപ്പിയായി വെച്ചുകൊണ്ട് മാതാവ് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ മുട്ടാങ്കാലിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് കമന്ന് വീണു. അങ്ങനെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കി, മാതാവേ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വീണു. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്ത് പറ്റി നിനക്ക്? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ടില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് മനസ്സിലായി നീ എന്നെയല്ല കണ്ടത്, നീ മാതാവിനെയാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും എനിക്ക് വരാൻ തുടങ്ങി, നല്ല നല്ല കാര്യങ്ങൾ വരാൻ എനിക്ക് തുടങ്ങി. കാരണം എനിക്കത് മനസ്സിലായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണിയും തുടങ്ങി. വീടിൻ്റെ പണി പൂർത്തിയായി, താമസവും ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കടക്കാർ എന്നിട്ടും ഞങ്ങളെ വിട്ടില്ല, എന്നാലും ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് ഈ വീട് ഒറ്റയ്ക്ക് കൊടുക്കാം, കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാണ്ടേ. അങ്ങനെ ഞങ്ങൾ ആ വീട് ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ദൂരേക്ക് മാറിപ്പോയി. അവിടെ നിന്ന് 2 ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരുത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു തള്ളി പറയേണ്ടി വന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണല്ലോ, പക്ഷേ ഞാനൊരു ഹിന്ദുവാണ്, എന്നാൽ തന്നെ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാനും മാതാവിനെ തള്ളി പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സുഖമില്ലാതായി. അപ്പോഴെന്താണെന്ന് അറിയാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി, മാതാവേ നീ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? അങ്ങനെ മാതാവിനോട് ക്ഷമ പറഞ്ഞു. അവസാനം വീണ്ടും ഞാൻ കരഞ്ഞു പറഞ്ഞുകൊണ്ട്, മാതാവേ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മരുന്ന്
മണ്ണും മരുന്നും ഒന്നും കഴിക്കുന്നില്ല. മാതാവ് മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് കരുതി ഈ 2 വർഷം വരയ്ക്കും ഇദ്ദേഹം പിന്നെ ആശുപത്രിയിലോട്ട് പോയില്ല. എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇങ്ങനെ ആശുപത്രി പോകുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, മാതാവേ ഒരു രോഗവും കൊടുക്കരുതേ എന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും അതായത് കഴിച്ചിരുന്നില്ല ആ സമയത്ത്. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം ആയതേ ഉള്ളൂ, വയറെല്ലാം കൂടെ ഊതിപ്പെരുവി ഒരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പം പറഞ്ഞ് എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എടുത്ത് ഉപ്പ് നാക്കയിലിട്ട് കൊടുത്തിട്ട് തൈലം കുരിശ് വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ പോകുന്ന കണക്ക് ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. ആ ട്രെയിനിലിരുന്നപ്പോൾ ഒരുപാട് യാത്രക്കാർ ഉണ്ടായിരുന്നു. എൻ്റെ നടുക്ക് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഫയലെല്ലാം എൻ്റെ കയ്യിലിരിക്കുക. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുണ്ട് മാതാവിനോട് ഉള്ളൊരുങ്ങി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം ആ നിമിഷം എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു പ്രകാശം വന്നു കയറി. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയല് മാത്രം എനിക്ക് കാണാം. അപ്പോഴും 1/2 മണിക്കൂർ നേരം ഞാനിങ്ങനെ ഈ മരവിച്ചിരുന്ന് പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ ഭർത്താവിന് ഒരു രോഗവും കാണത്തില്ല എന്ന്. അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുമ്പോൾ പറയാൻ പറ്റൂ, അതല്ല ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു, 2 മണിക്കൂറിനകം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായാലും ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു. എൻ്റെ ഭർത്താവിന് ഒരു രോഗവുമില്ലെന്ന്. അതോടെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ടൊരു വാഹനം എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന തിരിച്ചു കിട്ടുമെന്ന് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാതാവ് അതിനും എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആ വാഹനം ഞാൻ തിരിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവാണിത് വരുന്നത്. കൂടെ പ്രകാശവും എൻ്റെ കണ്ണിലടിക്കാൻ. അപ്പോഴും ഞാൻ പറയും മാതാവ് എൻ്റെ കൂടെയുണ്ട്, തിരുകുമാരനും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരോടും ഞാനത് പറഞ്ഞു കൊടുന്നു. അപ്പോഴെല്ലാവരും അത് സുപ്രഭേ നിൻ്റെ കൂടെ എന്തായാലും മാതാവ് നിന്നെ കൈവിടത്തില്ല, നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്നും ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉപവാസം മുടങ്ങാതെ ഞാൻ ഉപവാസം എടുക്കാറുണ്ട്. 5 മണിക്ക് 4:30 എണീച്ച് ബൈബിള് വായിക്കും. 5ഞാൻ എൻ്റെ വൃക്ക വയ്ക്കാൻ പോവാ. അച്ഛൻ്റെ തോളിലടിച്ച് ഇറങ്ങിപ്പോ കുരിശെടുത്ത് തലയിൽ വെച്ച് എന്തോ വെള്ളം തന്നിട്ട് പറഞ്ഞു പൊയ്ക്കോ, വൃക്കയും വയ്ക്കണ്ട, ഒന്നും വയ്ക്കണ്ട. ഞാൻ പുതിയ കോൺട്രാക്ട് പണിയെടുത്ത് മെച്ചപ്പെട്ട് കടക്കാർ എടുത്തുകൊണ്ട് പോയ കാറ് തിരിച്ച് അതേ കണക്ക് ഞാൻ എടുത്തു. അതേ വാഹനം തന്നെ ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ പാവത്തുങ്ങൾക്കും 51 പേർക്ക് ഞാൻ ആഹാരം കൊടുത്ത്. എന്നിട്ട് ഞാൻ കൊട്ടാരക്കര ഒരു വൃദ്ധസദനത്തിൽ 30 അച്ഛനും അമ്മയ്ക്കും അവർക്ക് വസ്ത്രവും ആഹാരം മെഡിസിൻ ഇതും കൊടുത്ത്. ഇനിയും കൊടുക്കാൻ എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവും വിചാരിച്ച് ഞാൻ ചെയ്യും. എനിക്ക് സമ്പാദ്യം ഒന്നുമില്ലെങ്കിലും എൻ്റെ വീട് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യാൻ മനസ്സാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കഥ അടച്ചിട്ടിരിക്കും. എൻ്റെ മോളും മരുമോനും വന്ന് ഫോണിൽ വിളിച്ചെങ്കിലേ ഞാൻ കഥ തുറക്കത്തുള്ളൂ. കഥ അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയാകുമ്പം ഫ്രീ ആണല്ലോ, കടക്കാർ വീട്ടിൽ തിരക്കി വരും. പക്ഷേ ഞാൻ 3:30 അവിടെ നിന്ന് ട്രെയിൻ കയറും, ഇവിടെ വരും. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിരുന്നിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലും. കടക്കാർ ഒതുങ്ങി. പിന്നത്തെ ദിവസങ്ങളിൽ ഇദ്ദേഹം ജോലിക്ക് പോവും, അംഗനവാടിയിലാണ് ജോലി, മോനും ജോലിക്ക് പോവും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഥകടച്ചകത്ത് കയറി
ഫാൻ പോലും എടുത്തില്ല. ഫാൻ ഇട്ടാൽ സൗണ്ട് കേൾക്കും വിളി. അങ്ങനെ കഴിഞ്ഞവനാണ് ഞാൻ. ഇന്ന് പൊന്നു മാതാവ് എന്നെ നല്ല രീതി ഇത്ര ഇവിടെ കൊണ്ടെത്തിച്ച്. നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. എൻ്റെ വയറ് ഡമ്മെന്ന് നിന്നെയാണ്. എന്നെ ഇപ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഞാൻ മരുന്നൊന്നും മരുന്ന് കഴിക്കാൻ ഒക്കത്തില്ല. 17,000 രൂപ വേണം ബ്ലഡ് മാറണമെങ്കിൽ. ഇത്രയും കടത്തിനുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് മാറും 17,000 രൂപ? ഞാൻ വരുന്നെന്ന് ഇവരോടൊന്നും പറയാതെ അടങ്ങിയിരുന്ന്. എന്നിട്ട് ഇദ്ദേഹം എനിക്ക് തരുന്ന തൈലും ഉപ്പുവാ എൻ്റെ മരുന്ന്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വയറ് ഞെക്കി നോക്കിയിട്ട് പറഞ്ഞ് കൂടിക്കിടക്കുവാണല്ലോ, പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടോ തീരുമാനിക്കാം. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ. ഞാൻ അന്നേരം ചേട്ടാ പേടിക്കല്ലേ എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ഇദ്ദേഹം ഉടനെ ഉപ്പെടുത്ത് എൻ്റെ വായിലും ഇട്ട് തൈലും വെച്ച് കുരിശും വരച്ച് എൻ്റെ പള്ളയിലും വരച്ച് കയറ്റി. ഞാൻ ചോദിച്ചു, മോളെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും? ചേട്ടാ റിസൾട്ട് അസുഖം ഉണ്ടെങ്കിൽ 3 മണിക്കൂർ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈ വിരലിൽ നിന്ന് ഞാൻ മുത്തമിട്ട് പ്രാർത്ഥിച്ച് അവസാനം 15 മിനിറ്റ് ആയപ്പോൾ റിസൾട്ട് വന്ന്. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു ഒരു അസുഖമില്ല, പൊയ്ക്കോളാൻ. ഞാൻ ജോലി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴാണ് പത്രം വിതരണം ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് ഞാൻ പത്രം കൊടുത്തു തീർക്കും. അപ്പോഴാൾക്കാർ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിക്കാറുണ്ട്. ഒരു മാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുക എന്താണ് പത്രം തരാത്തതെന്ന് ചോദിക്കുക. അങ്ങനെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിന് കൈക്ക് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ അതിനൊരു മുഴയായിരുന്നു. അപ്പോൾ അതിന് പേടിയായിരുന്നു, അത് ക്യാൻസർ വല്ലതും ആണോന്ന്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചോണേ ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു കാശുരൂപമുണ്ട്, ഇത് കൈ വെച്ച് പിടിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. അതിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അതിവിടെ വന്ന് മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. സങ്കീർത്തനം